നമ്മളെല്ലാവരും കാത്തിരുന്ന ബ്രഹ്മയുഗത്തിന്റെ ടീസർ വന്നു. നമുക്കതൊന്ന് കണ്ടു നോക്കാം ആദ്യം. From the producers of Vikram Vedha. അർജുന അശോകൻ പ്രത്യേക കുമ്മിലൊക്കെ കാണാൻ പറ്റും. ഭൂതകാലം സിനിമയുടെ ഒരു ഡാർക്ക് സെറ്റപ്പാണ്. മമ്മൂക്കല്ലേ ചുള്ളം ഇതൊരു മമ്മൂക്കനെ കാണിച്ചിട്ടില്ല. സിദ്ധാർത്ഥ വർദ്ധൻ എല്ലാവരും കാണിച്ചു. പടമാണ് വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ആർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അല്ലാതെ ഇതിനൊന്നും വിളിക്കാൻ പറ്റില്ല. അതായത് അഭിനയിക്കാനുള്ള ആർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത്രയും പ്രായമായിട്ടോ അല്ലെങ്കിൽ ഇത്രയും കൊല്ലം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും നമുക്ക് ഇപ്പോഴും അഭിനയിക്കാനുള്ള മോഹം തീർന്നിട്ടില്ല. നമുക്കിടെ ഓരോ സിനിമകളിലും ഈ അഭിനയം എന്ന് പറയുന്ന സംഭവമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തന്നെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അഭിനയിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തനിക്കുള്ളത്. അതുപോലെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് മമ്മൂട്ടിയുടെ സിനിമ തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പൊ വേറെ ലെവലായി. കണ്ണൂർ സ്ക്വാഡ്, അതുപോലെ തന്നെ ഇപ്പൊ ബ്രഹ്മയുഗം, കാതല്, അങ്ങനെ ഒരുപാട് പടങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള രീതിയിൽ മമ്മൂക്ക് ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി. അതായത് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം തെരഞ്ഞെടുക്കുക. സിനിമ തെരഞ്ഞെടുക്കുന്നത് നമ്മളെ ഈ 2-3 കൊല്ലമായിട്ട് മമ്മൂക്ക എന്താ പറയാ അത്രയും സന്തോഷിപ്പിച്ചിട്ടുള്ളൂ. അത്രയും നല്ല പടങ്ങൾ മമ്മൂക്ക് തന്നിട്ടുണ്ട്. ഇടയിൽ എന്താ പറയാ ചില പടങ്ങളൊക്കെ മോശമായിട്ടുണ്ടെങ്കിലും ഗംഭീര പടങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാസ്റ്റ് നേരിലൂടെയാണ് ലാലേട്ടൻ തിരിച്ചു വന്നതെന്ന് തന്നെ പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ ലാലേട്ടൻ സിനിമ തെരഞ്ഞെടുപ്പില് അത്ര ഗംഭീരമായി തോന്നുന്നില്ല. അത്ര നല്ല പടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം. പക്ഷെ ലാലേട്ടൻ തിരിച്ചു വരാൻ പോവുകയാണ്. ലാലേട്ടന്റെ അടുത്ത സിനിമ വരാൻ പോകുന്നുണ്ട്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വാലിബൻ. അതെന്തായാലും ഒരു രക്ഷയില്ലാത്ത പടമാണെന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് നേര് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മമ്മൂക്ക ഈ പടത്തില്, നമ്മൾ ഈ പടത്തിന്റെ റിയാക്ഷൻ ആണല്ലോ ചെയ്തത്, ഈ പടത്തില് മമ്മൂക്ക എന്താണ് കാണിച്ചിരിക്കുന്നത്? ആകെ കുറച്ച് സീനുള്ളൂ. കൂടുതലും നമ്മുടെ അർജുന അശോകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ വർദ്ധനും ഒക്കെ ഭാഗങ്ങളാണ് ടീച്ചറിൽ കാണിച്ചിട്ടുള്ളത്. അവസാനം കുറച്ചു നേരം മാത്രമാണ് മമ്മൂക്ക വന്നിട്ടുള്ളത്. ആ നേരം മമ്മൂക്ക എന്താണ് ചെയ്തതെന്ന് അറിയില്ല. എനിക്ക് വിധേയനൊക്കെ കണ്ടിട്ടില്ല. ആ വിധേയനുള്ള മമ്മൂക്കയുടെ പോലൊക്കെ ആ ഭാവവും ആ സംഭവമൊക്കെ ഈ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലായി പോയി. അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പടം ഗംഭീര പടമായിരിക്കുന്നത്. അതായത് പടം തിയേറ്ററിൽ ഇൻഡസ്ട്രീറ്റ് ആവുക അതൊന്നുമല്ല, പക്ഷെ നമുക്ക് കണ്ടിരുന്ന് നമുക്ക് ഭീകരമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള പടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി. താങ്ക് യു.